എസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയും നിലവിൽ എസ് വിസയുള്ളവരെയും ഒരുപോലെ ബാധിക്കുന്ന വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ എസിൽ നിന്നും പുറത്തു വരുന്നത്. വിദേശികൾ എസ് വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ് കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് വിദേശികളുടെ വിസകൾ എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൂട്ടത്തോടെ റദ്ദാക്കി. ബർത്ത് ടൂറിസം അഥവാ പ്രസവത്തിനായി മാത്രം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെയാണ് എസ് ശക്തമായ നടപടി ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ ബർത്ത് ടൂറിസം? ഏതൊക്കെ രാജ്യങ്ങളിലാണ് എസ് ഇതിനെതിരെ നടപടിയെടുത്തത്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് എന്താണ് ബർത്ത് ടൂറിസം എന്നും എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി എന്തൊക്കെയാണെന്ന് നോക്കാം. വിദേശ പൗരന്മാർ സന്ദർശക വിസയിൽ ഉദാഹരണത്തിന് B1, B2 വിസകളിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്ന രീതിയാണ് ബർത്ത് ടൂറിസം എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായി എസ് പൗരത്വം ലഭിക്കും എന്ന ആനുകൂല്യം ചൂഷണം ചെയ്യാനാണ് പലരും ഇത് ചെയ്യുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. ഇത്തരത്തിൽ പ്രസവിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ ടൂറിസ്റ്റ് വിസകളിൽ രാജ്യത്തെ നെറ്റ്വർക്കുകളുടെ സഹായത്തോടെ എസിലേക്ക് എത്തിയ നൂറുകണക്കിന് ആളുകളുടെ വിസയാണ് എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എസ് വിസ എന്നത് ഒരു അവകാശമല്ല, മറിച്ച് അതൊരു ആനുകൂല്യം മാത്രമാണെന്ന് എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമിഗ്രേഷൻ സിസ്റ്റത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഈ ബർത്ത് ടൂറിസം തട്ടിപ്പ് സംഘങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇവ കണ്ടെത്തിയത് എന്ന് നോക്കാം. എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സോഷ്യൽ മീഡിയ അറിയിപ്പുകൾ പ്രകാരം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് യൂറോപ്പിലും ആഫ്രിക്കയിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് തന്നെയാണ് ഇതിന് പിന്നിൽ. ഈ നെറ്റ്വർക്കുകളിൽ വിസ കൺസൾട്ടന്റുമാർ, ഫിക്സർമാർ, മറ്റ് സർവീസ് പ്രൊവൈഡർമാർ എന്നിവർ ഉൾപ്പെടുന്നു. ഗർഭിണികളായ വിദേശ വനിതകളെ വിസ ഇന്റർവ്യൂവിൽ എങ്ങനെ മറുപടി പറയണമെന്ന് ഇവർ പരിശീലിപ്പിക്കുന്നു. അതോടൊപ്പം എസിൽ എത്തുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ആശുപത്രിയിലെ പ്രസവത്തിനായുള്ള പ്ലാനുകൾ മുൻകൂട്ടി തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നു. പ്രധാനമായും 3 മേഖലകളിലാണ് എസ് എംബസികൾ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തിയത്. യൂറോപ്പിലെ ഒരു എസ് എംബസി 2024 മുതൽ ഇതുവരെ 400-ലധികം സംശയാസ്പദമായ ബർത്ത് ടൂറിസം കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം അപേക്ഷകരെ സഹായിച്ച കുറഞ്ഞത് 6 കമ്പനികളെയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് വ്യാജരേഖകളും വിസ ബ്രോക്കർമാരെയും ഉപയോഗിച്ച് എസ് വിസ സംഘടിപ്പിച്ച 100-ലധികം വിദേശികളുടെ ഒരു സംഘത്തെ അധികൃതർ കണ്ടെത്തി. അടുത്തത് നോർത്ത് ആഫ്രിക്കയിലെ എസ് നയതന്ത്ര കാര്യാലയങ്ങൾ സമാനമായ രീതിയിൽ 100-ലധികം വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ നെറ്റ്വർക്കുകൾ പൂർണ്ണമായും തകർക്കുകയും കുറ്റക്കാർക്ക് എസിലേക്ക് വീണ്ടും യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തട്ടിപ്പുകൾ നടന്ന നിർദ്ദിഷ്ട രാജ്യങ്ങളുടെ പേരുകൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരസ്യമാക്കിയിട്ടില്ല. ഇത്രയും വലിയൊരു തട്ടിപ്പ് എസ് അധികൃതർ എങ്ങനെയാണ് കണ്ടെത്തിയത്? നമുക്ക് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയും ഡേറ്റ അനലിസ്റ്റിന്റെയും സഹായത്തോടെയാണ് എസ് സുരക്ഷാ ഏജൻസികളും നയതന്ത്ര കാര്യാലയങ്ങളും ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. വിസ അപേക്ഷകരുടെ വിവരങ്ങൾ പരസ്പരം ക്രോസ് റെഫറൻസ് ചെയ്തും ഡേറ്റ വിശകലനം നടത്തിയും സംശയാസ്പദമായ യാത്രാ രീതികൾ, ഒരേ അപേക്ഷകർ വീണ്ടും അപേക്ഷിക്കുന്നത്, സംഘം ചേർന്നുള്ള അപേക്ഷകർ എന്നിങ്ങനെ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായുള്ള യാത്ര എന്നതിനേക്കാൾ സംഘടിതമായ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയതോടെയാണ് വിസകൾ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടന്നത്. ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് പ്രസവത്തിനായി എസിലേക്ക് പോകുന്നത് നിയമവിരുദ്ധമാണോ എന്ന സംശയമായിരിക്കും നമ്മളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം. ഇതിന് എസ് നൽകുന്ന ഉത്തരം അതെ എന്നാണ്. എസ് വിസ നിയമം അനുസരിച്ച് B1, B2 പോലെയുള്ള സന്ദർശക വിസകളുടെ പ്രധാന ലക്ഷ്യം പ്രസവത്തിലൂടെ കുഞ്ഞിന് എസ് പൗരത്വം നേടിക്കൊടുക്കുക എന്നതാകാൻ പാടില്ല. വിസ അപേക്ഷകളിൽ വ്യാജ വിവരങ്ങൾ നൽകുകയോ യഥാർത്ഥ യാത്രാലക്ഷ്യം മറച്ചുവെക്കുകയോ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തതായി കണ്ടെത്തിയാൽ വിസ നിഷേധിക്കാനോ അല്ലെങ്കിൽ അനുവദിച്ച വിസ റദ്ദാക്കാനോ അധികാരികൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടും ഇതിന്റെ രാഷ്ട്രീയപരമായ നിയമ പശ്ചാത്തലവും എന്താണെന്ന് കൂടെ നോക്കാം. നയങ്ങളുടെ ഭാഗമായാണ് ഈ നടപടികൾ വരുന്നത്. ബർത്ത് ടൂറിസം അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിന്റെ അന്തസ്സിനെ കെടുത്തുന്ന ഒന്നാണെന്നാണ് ഭരണകൂടത്തിന്റെ വാദം.
താൽക്കാലികമായി യുഎസിൽ എത്തുന്നവർക്കോ നിയമപരമായി പദവിയില്ലാത്തവർക്കോ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം സ്വയമേ ലഭിക്കുന്ന രീതി തുടരാനാകില്ലെന്ന് ട്രംപ് ഭരണകൂടം നിലപാടെടുത്തിരുന്നു. രണ്ടാം ടേമിൽ അധികാരം ഏറ്റ ആദ്യ ദിനത്തിൽ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികളുടെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് പരിമിതിപ്പെടുത്താനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒന്നിലധികം ലോവർ കോടതികൾ ഇതിന് സ്റ്റേ നൽകിയതിനാൽ നിലവിൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഈ വിഷയം തുടർന്ന് യുഎസ് സുപ്രീം കോടതിയിൽ എത്തുകയും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കോടതി ഇതിൽ വാദം കേൾക്കുകയും ചെയ്തു. വരും മാസങ്ങളിൽ സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന അന്തിമ വിധി യുഎസിലെ ഇമിഗ്രേഷൻ നയങ്ങളിലും ഭരണഘടനാ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. കൃത്യമായ യാത്രാരേഖകളും വ്യക്തമായ യാത്രാ ഉദ്ദേശവുമില്ലാതെ യുഎസ് വിസ നേടാൻ ശ്രമിക്കുന്നവർക്കും തട്ടിപ്പ് സംഘങ്ങളെ ആശ്രയിക്കുന്നവർക്കും എതിരെയുള്ള ശക്തമായ താക്കീതാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നടപടി. ഡേറ്റ അധിഷ്ഠിത നിരീക്ഷണം ശക്തമാക്കിയതോടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വിസ നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ അത് പിടിക്കപ്പെടും എന്ന് ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് യുഎസ് നൽകുന്ന സൂചന.